സോ ഗായ്സ്, എൻ്റെ ഒരു ആഗ്രഹപ്രകാരം എൻ്റെ പൊന്നു എവിടെയാ നമ്മൾ മൗണ്ടൻ ചെയർ ലിഫ്റ്റ് ചെയ്യാൻ പോട്ടോ. നോക്കാം. അപ്പോൾ ഒരു അഡൽട്ടിന് 20 പൗണ്ടാണ് ഒരാൾക്ക്. കാണിച്ചു തരാം. കേട്ടോ. യെസ്, താങ്ക്സ്. താങ്ക് യു. നോക്കാം എങ്ങനെയാണ്. നമുക്ക് ഏറ്റവും ടോപ്പിട്ട് പോകാം. ഞങ്ങൾക്ക് പറ്റിയാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. കാര്യം ഭയങ്കര തണുപ്പുണ്ട്. സോ അതിനകത്ത് കയറി എങ്ങനെയാ പിടിക്കാം. ഇപ്പോൾ തന്നെ ഗ്ലൗസ് ഇടട്ടെ. നമ്മളാണ് ചെയർ ലിഫ്റ്റ് ചെയ്യാൻ പോട്ടോ. നമ്മൾ ഇതിൻ്റെ മേളിൽ കയറി ഈ സംഭവത്തിൽ കയറി നമ്മൾ പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. നമുക്ക് ചെയർ ലിഫ്റ്റിന് ഏറ്റവും ടോപ്പിൽ കയറി പോകാട്ടോ. അങ്ങനെ സംഭവം എന്നറിയാലോ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ഈ ഗ്ലൗസ് ഇട്ടോ ആ കയ്യിൽ. നമ്മളാണ് ചെയർ ലിഫ്റ്റ് ചെയ്യാൻ പോട്ടോ. നമ്മൾ ഇതിൻ്റെ മേളിൽ കയറി ഈ സംഭവത്തിൽ കയറി നമ്മൾ പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ഇത് നീ വിട്ടു സുഷി. അതോ അതിലാണ് നമ്മൾ കയറി പോകാൻ പോണേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദോ അവിടെ ഇങ്ങനെ സ്കേറ്റിംഗ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യാട്ടോ. നീ ഇവിടെ നെറ്റി നോക്കണോ? Sorry, yeah, I scanned it. Right, chair comes up behind you, just sit down, easy. Okay. Right, you two stand on the white line. Stand on the white line. നമ്മളോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് സാധനം വരുമ്പോൾ ഇരുന്ന് കൊടുക്കുക. Just let it come to you. ഇതിനകത്ത് ചവിട്ട്. So nice guys. ഞാൻ പിടിക്കണോ? Oh my god. എന്ത്? Let's see. നമുക്ക് മേളിൽ നിന്ന് ഇതെങ്ങനെ ഉണ്ടെന്ന്. കാലൊക്കെ താത്തിട്ട് എന്റെ കാല് ഇതിന്റെ ഇടയ്ക്കിടെ ഇപ്പുറത്തെ എന്റെ കാല് വരണ്ടേ. പക്ഷെ എന്റെ കാലുണ്ട്. എന്റെ കാല് ഇപ്പുറത്തെ പോയി. ഇതിന്റെ സേഫ്റ്റി എന്നാന്ന് വെച്ചാൽ ഇതിന്റെ വലിയ സേഫ്റ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. നല്ല രീതിക്കുണ്ട്. ഒരു കമ്പിയുണ്ട്. ഈ കമ്പി പൊട്ടി താഴെ വീണ ഞാൻ പരിപാടി. ഇത് സ്കൈ സെന്റർ വൈറ്റ് കൊറിയർ. മേലിന്ന് പാപ്പാജി എന്നൊക്കെ പറയണ്ടേ. പാപ്പാജിയും പപ്പാജിയും അവിടെ എത്തുമ്പോ ചെറിയൊരു കുടുക്കുണ്ടാവേ. ഈ ഒരു ഹൈറ്റിലായിട്ട് നമ്മൾ ഈ ഒരു കമ്പിയോ സാധാരണ ഇതിന് സേഫ്റ്റി എന്ത് ഫീച്ചേഴ്സ് ഉള്ളത്? ഒന്ന് മിണ്ടാണ്ടിരിക്കാമോ? ഇവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഒരു കുടുകുടു ഉണ്ടാവേ. അതെന്നാ അതെങ്ങനെ മനസ്സിലായി? നമ്മുടെ മറ്റേ കന്യാകുമാരിയോ കന്യാകുമാരി ഒരു ആട്ടമുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യ്. പക്ഷെ മേളിട്ട് തോന്നും തണുപ്പ് നല്ല രീതിയിൽ അടിക്കണ്ട കേട്ടോ.
ഇവിടെ കുറച്ച് റെയിൻഡിയേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. സത്യം നമ്മളിത് എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ എൻജോയ് ചെയ്യണം നന്നായിട്ട്. ഓ ഇപ്പൊ ഇതിക്ക് ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. ഈ എല്ലാ രീതിയിലും ആൾക്കാർ ഇതിൽ പോകുന്നുണ്ട്. ഓ ഇതിക്കൂടെ നടന്നൊക്കെ കണക്ക് കൂടുന്നുണ്ട്. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഒരു മറിയിപ്പുണ്ട്. ഹായ് മേ. എൻ്റെ അളിയ ഫണ്ണി പാത്തൊക്കെ മാറി തുടങ്ങി. വിറച്ച് പണ്ടാരാണ് മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇപ്പം ഇത് വലിയ മുട്ടിക്കുന്ന ഒരു ജീപ്പില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. വണ്ടി പോകണ്ടോന്ന് ചോദിച്ചാൽ വണ്ടി പോകണമെന്ന് ചോദിച്ചാൽ വണ്ടി പോകണില്ല. തണുപ്പെന്ന് വെച്ചാൽ നോക്ക് അകത്തിട്ട് കിട്ടുന്നുണ്ട്. ഗ്ലൗസ് ഇട്ടിട്ട് നല്ല കാൽപാദങ്ങളൊക്കെ പതിഞ്ഞ് ഇറക്കുന്നൊക്കെ ഉണ്ട്. സൂപ്പർ സൂപ്പർ. സംഭവം സ്റ്റക്കായി ഗൈസ്. മേളിൽ കുടുങ്ങി. ഈ സാധനം മൂവ്മെന്റ് ഇല്ല. ജനറേറ്ററിന്റെ ഫ്യൂല് തീർന്നു, അല്ലെങ്കിൽ മോട്ടർ അടിച്ചു പോയി. നന്നാക്കാൻ വേണ്ടി 2 മണിക്കൂർ ആൾക്കാർ വരാൻ വേണ്ടി അതിന് മരിച്ചു. വീണ്ടും മൂവായി തുടങ്ങിയില്ല. ഇനിയിപ്പൊ പണി പാടിയാണ്. നമ്മൾ അതിന്റെ ടോപ്പ് എത്തിട്ടോ. ഇവിടെ കാറ്റുന്ന സാമാന്യ കാറ്റ്, ഇവിടെ കാറ്റടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് വണ്ടി പട്ടി. നീ തലേ തൊപ്പിട. നമ്മളിപ്പോൾ സ്കൈ സെൻറ്ററിലാട്ടോ. സ്കൈ സെൻറ്റർ ഇങ്ങനെ മേളിലോട്ട് അവിടെ വരെ ചെയർ ലിഫ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നടന്ന് കുറച്ച് നേരം മേളിലോട്ട് കയറുവാണ്. വിഷ്വൽസൊക്കെ നൈസാണ്. ഒരു വിഷയമുള്ളൂ, തണുത്ത് വിറച്ചിട്ടിരിക്കാൻ പറ്റുന്നൊരു വിഷയം മാത്രം. നോക്കി ഇത് അങ്ങോട്ടും മേളിൽ ചേർക്കാറും പരിപാടിയൊക്കെ ഉണ്ട്. താഴെ ഫുൾ ഗ്ലെൻകോ മൗണ്ടെയ്ൻസ്. ഇത് നമ്മൾ ഏറ്റവും ഹൈറ്റായിട്ട് ഇപ്പം നിൽക്കണേ. സംഭവമൊക്കെ കൊള്ളാതെ ഐസ് നോക്കി. ചുമ്മാ താഴ്ത്തി ഇറങ്ങി നോക്ക്. ഞാൻ ഫോണേ പോവാം. എൻ്റെ കയ്യിൽ പോക്കി ഇത് പിടിച്ചോ. പക്ഷെ ഇതെൻ്റെ ഫോണാണല്ലോ. താഴെ ഒരു കഫേ ഉണ്ടോ ഈ സ്കൈ സെൻറ്ററിൻ്റെ മേളിൽ, മൗണ്ടൻ്റെ ഏറ്റവും മേളിൽ. കഫേയിൽ എന്താ പരിപാടി എന്ന് പോയി നോക്കാം. സ്നോ നോക്കി. ഷൂസിൻ്റെ അകത്ത് സ്നോ കയറി കഴിഞ്ഞാൽ ഒരു കിടില ഫീലുണ്ട്. നമ്മൾ പോയി 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 വഴിയായിട്ട് ഡിഫറെൻ്റ് ആയിപ്പോയി. പക്ഷെ സ്നോ വിൻഡ് കോപ്പ് തണുത്ത് പറഞ്ഞിട്ടാവാറായി. ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പൊളിയാവില്ലേ? പക്ഷെ ഇവിടുത്തെ ചായയുടെ വില 10 രൂപ കൊണ്ട് ഉപയോഗിക്കും. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ സ്ലഡ്ജ്? അത് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ സ്കേറ്റിങ്ങിന്റെ സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഇരുന്നിട്ട് നേരെ താഴ്ത്തിട്ട് ചാടിയാൽ മതി. She's there, confused. She's standing on the corner. Yeah. നമ്മൾ നേരെ വീണ്ടും തിരിച്ച് താഴ്ത്തിട്ട് പോട്ടോ. താഴ്ത്തിട്ട് നമുക്ക് ഇതിൽ കയറി താഴ്ത്തിട്ട് വിടാം. Next week. Yeah, definitely tomorrow. Hopefully tomorrow. Time down. Thank you, Paul. No problem. See you. Buddy. Cheers. No worries. Yeah, if you want to come and stand here, how are we? Great, mate. How are you? Oh, good. It's a lovely day. It's lovely day. Very freezing. Rather. ഇത് താഴ്ത്തിട്ടിരിക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ?
താഴത്തിൽ കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് ചിലപ്പോൾ താഴത്തിൽ ഇറങ്ങണം. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വിളിച്ചു ഇവിടുന്ന് താഴത്തിൽ ഇറങ്ങി വന്നവരൊക്കെ കുറേ റിലാക്സ് കോസി ആയിട്ടോട്ട് ഇരുന്നോണ്ടിരുന്നത്. ഞാൻ ചിന്തിച്ചു എന്തായിരിക്കും ശരിക്കും ഇറങ്ങണ പൊസിഷൻ്റെ ആണോ. താഴത്തേക്ക് നമുക്ക് പേടിയൊന്നുമില്ല. താഴത്തേക്ക് ടെമ്പറേച്ചർ കുറേ ഉണ്ടെന്ന് രസമുണ്ട്. കുറയണം വേണ്ടി തണുപ്പ് കുറയുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഇച്ചിരി കംഫർട്ടബിൾ ഉണ്ട്. നൈസാണ് താഴത്തിറങ്ങാൻ. നോക്കി നമ്മളാണെങ്കിൽ മേല് വരെ പോയി. ക്ലങ്കോയുടെ സ്കൈ റിസോർട്ടിൻ്റെ മേളിൽ മറ്റേ സംഭവത്തിൽ കയറിപ്പോയി. എൻ്റെ പേരെന്നായിരുന്നു ചെയർ ലിഫ്റ്റ് കയറി മേളിൽ വരെ പോയി. നമ്മളിപ്പോൾ താഴെ വന്നപ്പോഴത്തേക്ക് കൈ രണ്ടും വരച്ചു ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സുഖമുള്ള പരിപാടിയായിരുന്നു. താഴെ വന്ന വഴി ഞാൻ ടോയ്ലറ്റിൽ കയറി ഹോട്ട് വാട്ടറിൽ കയറി നല്ല രീതിയിൽ കയ്യാൻ കഴുകി. എന്നിട്ട് 2 ഹോട്ട് ചോക്ലേറ്റ് മേടിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ്. Cheers. See you later. Enjoy.